പുഴുവരിക്കുന്ന ഐസ്ക്രീം വിൽപ്പന നടത്തിയ കട ആരോഗ്യവകുപ്പ് അടച്ചുപൂട്ടി. കാഞ്ഞങ്ങാട് കിഴക്കൻകരയിലെ A2Z എന്ന കടയിൽ നിന്നാണ് ആരോഗ്യ വിഭാഗം ജീവനക്കാർ നടത്തിയ പരിശോധനയിൽ പുഴുവരിക്കുന്ന ഐസ്ക്രീം പിടികൂടിയത്. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. വെള്ളിയാഴ്ച വൈകിട്ട് കാഞ്ഞങ്ങാട് കിഴക്കൻകരയിലെ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് നടക്കുന്ന ഉത്സവത്തിനായി എത്തിയവർ കുട്ടികൾക്ക് നൽകാനായാണ് A2Z എന്ന കടയിൽ നിന്നും ബോൾ ഐസ്ക്രീം വാങ്ങിയത്. എന്നാൽ വീട്ടിലെത്തി തുറന്നു നോക്കിയപ്പോഴാണ് ഐസ്ക്രീമിൽ പുഴുവരിക്കുന്നതായി കണ്ടെത്തിയത്. ഉടൻ തന്നെ ആരോഗ്യവകുപ്പിൽ വിവരമറിയിക്കുകയും ചെയ്തു. തുടർന്ന് ശനിയാഴ്ച രാവിലെ അജാനൂർ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ കടയിൽ പരിശോധന നടത്തുകയും കടയിൽ നിന്നും പുഴുവരിച്ച നിലയിലുള്ള സമാന ഐസ്ക്രീമുകൾ കണ്ടെത്തുകയും ചെയ്തു. കേടായ ഫ്രീസറിലാണ് ഐസ്ക്രീമുകൾ സൂക്ഷിച്ചിരുന്നത്. ഇതാണ് ഐസ്ക്രീമിൽ പുഴുവരിക്കാൻ കാരണമായതെന്നും ഇതിന് പരിഹാരം കാണുന്നതുവരെ കടയടപ്പിച്ചിട്ടുണ്ടെന്നും ഫൈൻ ഈടാക്കിയിട്ടുണ്ടെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീനിവാസൻ പറഞ്ഞു. കിഴക്കൻകര ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഒരാൾ ഈ ബേക്കറിയിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവർ വീട്ടിൽ കൊണ്ടുപോയി പോയപ്പോൾ ഐസ്ക്രീം വളരെ മോശമായി എന്നുള്ള രീതിയിൽ രാത്രി തന്നെ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ഈ കട പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണെന്ന് മനസ്സിലായി. കാരണം സാധനത്തിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിലും ഫ്രീസർ തകരാറായതുകൊണ്ട് സാധനം മോശമായ സ്ഥിതിയിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അടിയന്തരമായി ഇടപെട്ടുകൊണ്ടിട്ട് ഈ സാധനം പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പം അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ കട പ്രവർത്തിക്കാൻ പാടുള്ളൂ നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ പച്ചക്കറി കടയിലും ചെറിയ പോരായ്മകൾ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രസ്തുത സ്ഥലങ്ങളും വിശദമായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ കട തുറന്ന് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഉത്സവത്തിന്റെ ഭാഗമായി കലർപ്പില്ലാത്ത ഭക്ഷണം ശുചിത്വമാർന്ന രീതിയിൽ നൽകണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. ഇത് പാലിക്കാത്തതാണ് പലയിടങ്ങളിലും ഭക്ഷ്യവിഷബാധയുണ്ടാകാൻ കാരണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. വരും ദിവസങ്ങളിലും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന കർശനമാക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.